ഇടയനെ അറിയുക എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇടയനെ അറിയുക ഏതൊരു ആടിന്റെയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ യേശു കർത്താവിനെ നാം അറിയേണ്ടത് ആവശ്യമാണ്. അവൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. മാത്രമല്ല അവൻ വാതിലിലൂടെ കടന്നു വന്ന ഇടയനാണ്. ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന ഇടയനാണ്. മാത്രമല്ല അവൻ വഴി നടത്തുന്ന ഇടയനും അവൻ പുലർത്തുന്ന ഇടയനുമാണ്. ഈ നിലയിൽ അനേക കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ആടുകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഇടയൻ. ഇടയനെ അറിയുക എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും ഇടയനെ കുറിച്ചുള്ള അറിവല്ല. പിന്നെയോ ഇടയനെ അറിയുക എന്ന് പറഞ്ഞാൽ ഇടയനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. എന്റെ ഇടയൻ അല്ലെങ്കിൽ ഇടയൻ ഈ ആടിനെ എന്റെ ആട് എന്ന് പറയത്തക്ക വിധത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഇടയനെ അറിയുക എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇടയൻ തന്നെ പറയുകയാണ്, ഞാനാകുന്നു വാതിൽ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും അകത്തു വരുവാനായിട്ട് സാധ്യമല്ല. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുക, വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുക, മാത്രമല്ല ക്രിസ്തു നൽകുന്ന നിത്യജീവന്റെ ഉടമകളായിട്ട് തീരുക. അങ്ങനെ മാത്രമേ ഒരു ആടിന് ഇടയന്റെ ആടായിട്ട് തീരുവാൻ സാധ്യതയുള്ളൂ. ഇടയനെ അറിയുക എന്ന് പറയുമ്പോൾ ഇടയനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരിക. ഇന്ന് ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഒരു ആട് എന്നുള്ള നിലയിൽ ഇടയനെ അറിയുമ്പോൾ തന്നെ ഇടയന്റെ ശബ്ദം കേൾക്കേണ്ടത് ആവശ്യമാണ്. ശബ്ദം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇടയനെ മാത്രം അറിഞ്ഞാൽ പോരാ. ഇടയന്റെ ശബ്ദം, ഇടയന്റെ കൽപ്പനകൾ, ഇടയന്റെ ആജ്ഞകൾ ഇത് തിരിച്ചറിയാത്തിടത്തോളം ഒരാടിന് മുന്നോട്ട് ജീവിക്കുവാൻ സാധ്യമല്ല. നമുക്കറിയാം, ആടുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡിപ്പെൻഡന്റഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതവേ ജീവിക്കുവാൻ സാധ്യമല്ല. വളരെ ആശ്രയത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിന് ആരെങ്കിലും കൂടെ ഇല്ല എങ്കിൽ അതിന് ഒരു സുരക്ഷിതത്വവുമില്ല. മാത്രമല്ല ആട് വളരെ സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു പോകുന്നതാണ്. കാരണം ആടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആട് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുണ്ട്, എന്താ? ആട് കരഞ്ഞുകൊണ്ടേയിരിക്കും. കരയുകയല്ലാതെ അതിന് വേറെ മാർഗമൊന്നുമില്ല. പ്രതിരോധ ശക്തികളില്ല. മാത്രമല്ല രക്ഷപ്പെടുവാനുള്ള തന്ത്രങ്ങളൊന്നും മെനയുവാൻ സാധ്യമല്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മൃഗമാണ് ആടെന്ന് പറയുന്നത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 12:32 നമ്മൾ വായിക്കുന്നുണ്ട്, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക്. ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട്ടത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പെട്ടെന്ന് ഭയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ശത്രുവിന്റെ പ്രസൻസ് പോലും അത് മുമ്പിൽ ഉണ്ട് എങ്കിൽ അത് ആക്രമിക്കേണ്ട അതിന്റെ ദർശനം, അതിന്റെ പ്രസൻസ് തന്നെ ആടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസെക്യൂർ ആയിട്ട് അതിന് തോന്നും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആടുകൾ പെട്ടെന്ന് വഴിതെറ്റി പോകുന്നതാണ്. അല്ലെ? എപ്പോ വേണമെങ്കിലും സ്കാറ്റേഡ് ആയി പോകാം, ചിതറിപ്പോവാം. ആടിന് ഒരുമിച്ച് നിൽക്കുന്ന സ്വഭാവം സ്വാഭാവികമായിട്ടില്ല. നമ്മള് എസ്കേൽ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാറും കറുപ്പുമുള്ള നാളിൽ ചിതറിപ്പോയതിനെ പറഞ്ഞാൽ സ്കാറ്റേഡ് ഇൻ ദി ക്ലൗഡി ആൻഡ് ഡാർക്ക് ഡേ. മേഘാവൃതമായ ഒരു സന്ദർഭത്തിൽ ഡാർക്കായിട്ടുള്ള ഇരുളിന്റെ ചെറിയ സന്ദർഭങ്ങളിൽ പോലും അത് വഴിതെറ്റിപ്പോകുവാൻ, ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഫീബിൾ ആയിട്ടുള്ളൊരു ജീവിയാണ് ആട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഇടയന്റെ സംരക്ഷണം ഒരാടിന് അത്യാവശ്യമാണ്. മാത്രമല്ല ഇടയനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് തന്നെ, ഒരു ഫീലിംഗ് തന്നെ ആടിന് ഒരു വലിയ ഊർജം നൽകുന്നുണ്ട്. നാം ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഓക്കെ, ആടുകൾ എന്റെ 10-ന്റെ 27-ാമത്തെ ഞാൻ അവയെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. മൈ ഷീപ്പ് ഹിയർ മൈ വോയിസ് ആൻഡ് ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. മൈ ഷീപ്പ് ഹിയർ മൈ വോയിസ്. എന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു. 10-ന്റെ 3-ാമത്തെ വാക്യം.
ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 3. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഇവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. എന്താ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ? ആടുകൾ പല ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇടയന്റെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കേൾവി മാത്രമല്ല, പിന്നെയോ ഇടയന്റെ ശബ്ദം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇത് ഒരു ആടിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്ന ഒരു ആട്. ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം ഇടയൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രാധാന്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു ജീവിയാണെങ്കിൽ പോലും ഇതിന് ഭക്ഷണം സ്വതവേ കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ല. നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ഒരാടിന് മേച്ചിൽ കണ്ടെത്തണമെങ്കിൽ, അകത്ത് വരണമെങ്കിൽ, പുറത്തു പോകണമെങ്കിൽ അതിന് ഇടയന്റെ ഒരു ആവശ്യകത അവനുണ്ട്. അതിന് ഭക്ഷണം ആവശ്യത്തിന് ലഭ്യമാകണമെങ്കിൽ ഇടയന്റെ ആവശ്യമുണ്ട്. പോകുവാനും വരുവാനും അതിനെ വഴി നടത്തേണ്ടതുണ്ട്. വഴി സ്വതവേ അത് കണ്ടുപിടിക്കുകയില്ല. അതുകൊണ്ട് ഈ നിലയിൽ ഒരു ഇടയനെ അത്യാവശ്യമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ ആടുകളുടെ ഉടമസ്ഥനല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ടോടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. രണ്ടു കൂട്ടം എതിരുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ചുറ്റും ക്രൂര മൃഗങ്ങൾ അല്ലെങ്കിൽ ശത്രു മൃഗങ്ങളാൽ വളയപ്പെട്ടിരിക്കുകയാണ്. ചെന്നായി വരുന്നുണ്ട്, ഇതിനെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, ചെന്നായ്ക്കൾ മാത്രമല്ല ആടുകളെ ശത്രുക്കൾ, പിന്നെയോ കള്ളന്മാരായിട്ട്, കൊള്ളക്കാരായിട്ട്, കൂലിക്കാരായിട്ടുള്ള ഇടയന്മാരായിട്ട് ഈ ആടുകളെ വഴിതെറ്റിക്കുന്ന ഇടയന്മാരിവിടെ ഉണ്ട്, കൂലിക്കാരായിട്ടുള്ള ഇടയന്മാരുണ്ട്. ഇതെല്ലാം ആടുകളുടെ ശത്രുക്കളാണ്. അപ്പോ ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, ശരിയായിട്ട് ആടുകൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ശരിയായിട്ടുള്ള ഇടയനെ അറിയുകയും ഇടയന്റെ ശബ്ദം അവർ കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം. എന്താണ് ഇടയന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത? ഒന്നാമതായിട്ട് ഇടയന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇടയൻ എന്ത് ചെയ്യുന്നുണ്ട്? ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. ദി വോയിസ് ഓഫ് ദി ഷെപ്പേർഡ് ഇസ് പേഴ്സണൽ. ഇടയന്റെ ശബ്ദത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് വ്യക്തിപരമായിട്ട് സംവദിക്കുന്നതാണ്. ആടുകളെ കൂട്ടത്തോടുകൂടെ നയിക്കുക മാത്രമല്ല, ഓരോ ആടുകളെയും വ്യക്തമായിട്ട് അറിയുകയും അവരോട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു ഇടയനാണിത്. മിഡിൽ ഈസ്റ്റിലൊക്കെ സാധാരണ ആടുകളെ നയിക്കുമ്പോൾ, അതിനെ മേയിച്ചുകൊണ്ട് പോകുമ്പോൾ സാധാരണ അനേകം ഇടയന്മാരും അവരുടെ അനേക ആട്ടിൻകൂട്ടവും ഉണ്ടായിരിക്കും. എന്നാൽ ഈ മേച്ചിൽ പ്രദേശം, പുൽപ്രദേശം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ആടുകളും ഒരുമിച്ച് വന്ന് മേയുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ, ഒരു 10 ഇടയന്മാരും അതിന്റെ ഒരു 1000 ആടുകളും ഉണ്ട് എന്നിരിക്കട്ടെ. ഈ 10 ഇടയന്മാരുടെയും ആടുകള് ഒരുമിച്ചൊരു പുൽപ്രദേശത്ത് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഓരോ ഇടയനും എന്ത് ചെയ്യും? അതിന്റെ ആടുകൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രത്യേക ശബ്ദം, പ്രത്യേക കമാൻഡ്, പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഈ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഈ ഇടയന്റെ ആളുകൾ ഏതൊക്കെയാണോ ആ ആളുകൾ മാത്രം ആ ഇടയന്റെ കൂടെ പോകും. അപ്പൊ 10 ഇടയന്മാരും അവരുടേതായിട്ടുള്ള ശബ്ദം, ഈ എല്ലാ ഇടയന്മാരുടെയും ശബ്ദം ഒരുപോലെയല്ല. അത് ആടുകൾക്ക് അവരുടെ ഇടയന്മാരുടെ ശബ്ദം വളരെ പരിചിതമാണ്. വ്യക്തിപരമായിട്ട് സംവദിക്കുന്ന ഒരു ഇടയൻ, ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന ഇടയൻ. നമ്മൾ ഈ 100 ആടിന്റെ ഉപമ പലപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 100 ആടുകളില് ഈ ആടുകളെ ആലയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് ഇടയൻ മനസ്സിലാക്കുന്നത് ഒരു ആട് നഷ്ടപ്പെട്ടു പോയിരിക്കും. അപ്പൊ 100 ആടുകളില് ഒരാട് നഷ്ടപ്പെട്ടു പോയി. അത് ഏത് ആടാണ് എന്നുള്ളത് ഇടയന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മളത് വായിക്കുന്നത്, 99നെയും ആലയിൽ വിട്ടേച്ച് നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ ആടിനെ തിരഞ്ഞു പോകുന്ന ഇടയൻ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഓരോ ആടുകളെയും അറിയുന്നുണ്ട്, ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്, ആടുകളെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു കർത്താവ്. ഇവിടെ നമ്മുടെ ദൈവം നമ്മെ വളരെ പേഴ്സണലായിട്ട് അറിയുന്നുണ്ട്, വ്യക്തിപരമായിട്ട് നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ്, അല്ലെ? വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പേര് വിളിക്കുന്നത് നമുക്കറിയാം. അബ്രഹാമേ അബ്രഹാമേ, അല്ലെ? അതുപോലെ മോശയെ മോശയെ, യാക്കോബേ യാക്കോബേ, ശമൂവേലേ ശമൂവേലേ.
ഈ വിളിക്കൊരു വലിയ പ്രത്യേകത ഉണ്ട് അല്ലെ. ഈ 4 വിളിയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, പഴയ നിയമത്തിലെ 4 വ്യക്തികളെ 2 പ്രാവശ്യം ആവർത്തിച്ച് വിളിച്ചിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ഈ 4 വിളിയുടെ പിന്നാലെയും ഈ വ്യക്തികളുടെ റെസ്പോൺസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അടിയനിത, അടിയനിത. ഈ 4 പേരും ഒരുപോലെ അടിയനിത. അതായത് ദൈവം ഇവരെ പ്രത്യേക സന്ദർഭങ്ങളിൽ വിളിക്കുമ്പോൾ അടിയനിത, ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പേഴ്സണലായിട്ട് അവരോട് സംസാരിക്കുന്ന വേളകളാണ്. നമുക്കറിയാം അബ്രഹാമിനെ 2 പ്രാവശ്യം പേര് വിളിക്കുന്ന അബ്രഹാമേ അബ്രഹാമേ അടിയനിത എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു നിർദ്ദേശം ബാലന്റെ മേൽ കൈവയ്ക്കരുത് അല്ലെ. ഇസ്ഹാക്കിനെ മോറിയാമലയിൽ യാഗം അർപ്പിക്കുന്ന വേളയിലാണ് അബ്രഹാമേ അബ്രഹാമേ എന്ന് 2 പ്രാവശ്യം വിളിക്കുന്നത്. വളരെ അർജന്റായിട്ടുള്ള ഒരു സന്ദേശമാണ് അബ്രഹാമിന് നൽകുന്നത്. അതുകൊണ്ട് വളരെ പേഴ്സണലായിട്ട് സ്പെസിഫിക് ആയിട്ട് അബ്രഹാമിനെ അബ്രഹാമേ അബ്രഹാമേ വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ഒരു ഇടയനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മെ അറിയുന്നവൻ മാത്രമല്ല, നമ്മെ വ്യക്തിപരമായിട്ട് അറിയുന്നവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മെ 2 പ്രാവശ്യം വിളിക്കുന്നവനാണ്. അങ്ങനെ വിളിക്കുമ്പോൾ വളരെ നമ്മോട് താല്പര്യമുള്ളവരായിട്ട് ഹീസ് ഇൻട്രസ്റ്റഡ് ടുവേഴ്സ് നമ്മള് യശയാപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യാക്കോബേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പ്രിയമുള്ളവര്, നമ്മുടെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. എല്ലാവരെയും പേർ ചൊല്ലി വിളിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, നിശ്ചയമായിട്ടും അല്ലെ. യേശു കർത്താവിന് എല്ലാവരുടെയും പേരറിയാമോ? നിശ്ചയമായിട്ടും അല്ലെ. കർത്താവ് പറയുന്നുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും നിങ്ങൾ സന്തോഷിപ്പിൻ. നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മുടെ പേരുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ നമ്മെ തിരിച്ചറിയുന്നവനാണ്, നമ്മെ അറിയുന്നവനാണ്, നമ്മോട് ഇടപെടുന്നവനാണ് എന്നുള്ളത് ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടതാണ്. ഇടയന്റെ ശബ്ദം വ്യക്തിപരമായിട്ട് നമ്മോട് സംസാരിക്കുന്ന ശബ്ദമാണ്. രണ്ടാമതായിട്ട്, ദ വോയിസ് ഓഫ് ദി ഷെപ്പേർഡ് ഇസ് ഫെമിലിയർ ആൻഡ് റെക്കഗ്നൈസബിൾ. അത് ഫെമിലിയർ ആയിട്ടുള്ള, പരിചിതമായിട്ടുള്ള ഒരു ശബ്ദമാണ്. മാത്രമല്ല അത് വകതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തില് ആദാം ഹൗവമാർ പാപം ചെയ്ത് പാപത്തിൽ നിപതിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ഓടി ഒളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ 3-ാം അധ്യായം ജെനസിസ് ചാപ്റ്റർ 3:9 ഇത് നമ്മൾ വായിക്കുമ്പോൾ, നേരം വൈകിയപ്പോൾ, വെയിലാറിയപ്പോൾ തോട്ടത്തിൽ യഹോവയായ ദൈവം നടക്കുന്ന ശബ്ദം, ഒച്ച അവർ കേട്ടു. ഫെമിലിയർ വോയിസ്. എന്താ? എല്ലാ ദിവസവും വെയിലാറുമ്പോൾ അവർ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. എന്ത് ശബ്ദമാണ്? കാലൊച്ച. യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. അവർക്ക് പരിചിതമായിട്ടുള്ള ശബ്ദമാണത്. ഓക്കെ. മാത്രമല്ല, രണ്ടാമത് പരിചിതമായിട്ടുള്ള ശബ്ദത്തിന് മാത്രമല്ല, ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവർ ഓടി ഒളിച്ചപ്പോൾ ഇവർ ചോദിക്കുന്ന, യഹോവയായ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. നീ എവിടെ? ഓക്കെ. അപ്പോ ഈ യഹോവയുടെ ശബ്ദം എന്ന് പറയുന്നത് ആദാമിനും ഹവ്വയ്ക്കും ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദമാണ്. മാത്രമല്ല, വിളിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവും. നീ എവിടെ? എന്നിട്ട് അതിനുശേഷം അനേക കോൺവെർസേഷൻ അവിടെ ഉണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് സ്പെസിഫിക് ആയിട്ടാണ്, മാത്രമല്ല വ്യക്തമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുള്ള വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യരോട് ഇടപെടുന്ന വേളകളിൽ അവ്യക്തമായിട്ടൊന്നും സംസാരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ നൽകുന്ന വിധത്തിലോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വിധത്തിലോ ദൈവം സംസാരിക്കുകയില്ല. ദൈവം മനുഷ്യരോട് ഇടപെടുന്ന എല്ലാ ഇടപെടലുകളും വളരെ വ്യക്തതയുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു ഇടയൻ ആട്ടിൻകൂട്ടത്തിന് മനസ്സിലാകാത്ത ഒരു സന്ദേശം കൊടുക്കുന്നു എന്നിരിക്കട്ടെ. ശത്രു വരുമ്പോൾ ഓടി അടുത്ത് വരുവാനായിട്ട് വിളിക്കുന്നത് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ശബ്ദമാണെങ്കിൽ ആടുകൾ തിരിച്ചറിയുകയില്ല. ആടുകൾക്ക് അവിടെ ശത്രുവിന്റെ മുമ്പാകെ നിന്ന് രക്ഷപ്പെടുവാനും സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇടയന്റെ ശബ്ദം വളരെ സ്പെസിഫിക് ആണ്, വളരെ കൃത്യതയുള്ളതാണ്, അത് വ്യക്തതയുള്ളതാണ്.
അത് തിരിച്ചറിയുവാൻ പാകത്തിന് ഉള്ളതാണ്. പെട്ടെന്ന് ചിന്ത പോകുന്നത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ മറിയ, ഭദ്രക്കാരത്തി മറിയ കല്ലറയുടെ വാതിൽക്കൽ നിൽപ്പുണ്ട്. യേശു കർത്താവിന്റെ ശരീരം കാണുന്നില്ല. അങ്ങനെ വളരെ പെർപ്ലക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന മറിയ പല കാര്യങ്ങൾ പലരോടൊക്കെ സംസാരിക്കും. തോട്ടക്കാരോട് സംസാരിക്കുന്നുണ്ട്, യേശു കർത്താവിനോട് യേശു കർത്താവ് എന്ന് അറിയാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ യേശു കർത്താവാണെന്ന് താൻ തിരിച്ചറിയും. എപ്പോഴാണെന്നറിയാമോ? യേശുവിനോട് മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, റബൂനി. മറിയേ എന്ന് യേശു കർത്താവ് വിളിക്കുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ആരാണ് വിളിക്കുന്നത്, ആരെയാണ് വിളിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ പാകത്തിന് അത് വ്യക്തതയുള്ളതായിരുന്നു. ശിഷ്യന്മാർ പലപ്പോഴും യേശു കർത്താവിനെ കണ്ടിട്ട് ഭൂതമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്നാൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യോഹന്നാന് യേശു കർത്താവിന്റെ സകല ചലനങ്ങളും സകല ശബ്ദങ്ങളും ദൂരെ വെച്ച് പോലും ഇരുട്ടുള്ളപ്പോൾ പോലും യേശു കർത്താവിനെ തിരിച്ചറിയുന്നതിൽ പ്രത്യേക കഴിവ് ആർക്കുണ്ടായിരുന്നു? ശിഷ്യനായ യോഹന്നാനുണ്ടായിരുന്നു. എങ്ങനെ അറിയാം? തിബിരിയാസ് കടൽ തീരത്ത് യേശു കർത്താവ് എന്നെ വിട്ടിട്ട് ഇവര് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. വെളുപ്പാങ്കാലം കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വല ഇടുവാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് യേശു കർത്താവ് കരയിലാണ് നിൽക്കുന്നത്. ഇവർ കടലില് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ആദ്യമായിട്ട് ഈ യോഹന്നാനാണ് പറയുന്നത്. അത് ആരാകുന്നു? കർത്താവാകുന്നു. യേശു കർത്താവിന്റെ ശബ്ദം ഈ ദൂരത്തു നിന്നും ഈ വെളിച്ചം കുറവുള്ള സമയത്തും തിരിച്ചറിയുവാനായിട്ട് ആർക്ക് സാധിച്ചിരുന്നു? യോഹന്നാന് സാധിച്ചിരുന്നു. എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ യേശു കർത്താവിനെ പിൻചെല്ലുന്ന വേളയില് യേശു കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരു ശിഷ്യനാണ്. യേശു കർത്താവിന്റെ ഹൃദയസ്പന്ദനം പോലും ആർക്കറിയാമായിരുന്നു? ഈ യോഹന്നാൻ അറിയാമായിരുന്നു. അപ്പോ ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കണം, ശബ്ദം തിരിച്ചറിയണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇടയന്റെ ശബ്ദം തിരിച്ചറിയുക. ഇറ്റ്സ് ഫെമിലിയർ. ചുറ്റുപാടുകളുണ്ടാകാം, സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ആടിനെ സാന്ത്വനപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ് ഇടയന്റെ ശബ്ദം. ഇടയന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ആടിന്റെ ഉള്ളിൽ ഒരു സമാധാനം വരികയാണ്. ഇടയൻ എൻ്റെ അടുത്തുണ്ടല്ലോ, ഇടയൻ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ഇടയന്റെ സംരക്ഷണം എനിക്കുണ്ടല്ലോ. 23-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇടയന്റെ കയ്യിലിരിക്കുന്ന വടിയും കോലും പോലും അതിന്റെ ദർശനം, അത് കാണുന്നത് ആടിന് ആശ്വാസമാണ്. എന്താ? ഒരു ശത്രുവിനും എന്നെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, കീഴടക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ്? ഇടയന്റെ കയ്യില് വടിയുണ്ട്. മാത്രമല്ല, ഏത് സാഹചര്യത്തിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ പാകത്തിന് അവന്റെ കയ്യില് കോലുണ്ട്. അതവന് ആശ്വാസമാണ്. ഇടയന്റെ സാമീപ്യം, ഇടയന്റെ ശബ്ദം എന്ന് പറയുന്നത് ആടിനെപ്പോഴും ഒരു സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു ശബ്ദമാണ് എന്നുള്ളത് നമുക്ക് അറിയാം. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആടിന് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇടയന്റെ സാന്നിധ്യവും ശബ്ദവും ആടിന് ആശ്വാസകരമാകുന്നത്? എന്തുകൊണ്ടെന്നാൽ ആ ഇടയൻ എന്ന് പറയുന്നത് ജീവൻ പോലും മറുവിലയായിട്ട് നൽകി ആടുകളെ രക്ഷിക്കുന്നവനാണ്. ആടുകളെ ഒരു നാളും ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. അവൻ തന്റെ ജീവനെ റിസ്കിലാക്കിക്കൊണ്ട് ആടിന് വേണ്ടുന്ന സംരക്ഷണം നൽകുന്ന ഇടയനാണെന്നറിയാം. മാത്രമല്ല, our God is in control of every situation. ഏത് സിറ്റുവേഷൻ, ഒരുപക്ഷെ മാനുഷികമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഇതിന് പരിഹാരങ്ങളൊന്നുമില്ല. എന്നാൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇടയന്റെ മുമ്പാകെയില്ല. എല്ലാ പ്രശ്നത്തിനും പരിഹാരം കയ്യിലുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഒരു സന്ദർഭം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിന്റെ 13-ാം വാക്യം ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നയീനിലെ വിധവയുടെ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നു. ഓക്കെ, ഏകജാതനായ ഒരു മകൻ, ആ മകൻ മരിച്ചുപോയി. ആ മകന്റെ ശവമഞ്ചവുമായിട്ട് ആ പട്ടണത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്ന വേളയിൽ യേശു കർത്താവ് അവിടെ എതിർപ്പെടുകയാണ്. എതിർപ്പെട്ടിട്ട്
ആ വിധവയോട് ഇങ്ങനെ പറയുന്നുണ്ട്, കരയേണ്ട എന്ന് പറഞ്ഞു. 7:13 അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കരയേണ്ട എന്ന് ആ മാതാവിനോട് പറയുമ്പോൾ അവളുടെ കരച്ചിലിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് പറയുന്നത്, വെറും വാക്കല്ല. പലപ്പോഴും നമ്മൾ പലരെയും ആശ്വസിപ്പിക്കുമ്പോൾ സാരമില്ല, പോകട്ടെ, സമാധാനമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം വരുത്തുവാൻ കഴിവുണ്ടായിട്ടല്ല, വെറുതെ നമ്മൾ പറയുകയാണ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. യേശു കർത്താവ് അങ്ങനെ വെറുതെ വെറും വാക്ക് പറയുന്നവരല്ല. കരയേണ്ട എന്ന നയീനിലെ വിധവയോട് യേശു കർത്താവ് പറയുന്നുണ്ട് എങ്കിൽ അവളുടെ കരച്ചിലിന് എന്താണ് കാരണം? ആ കാരണത്തെ പരിഹരിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവാണ്. യേശു കർത്താവിന്റെ വോയിസ് എന്ന് പറയുന്നത് അത് സാന്ത്വനം നൽകുന്ന വോയിസ് ആണ്. മാത്രമല്ല, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ യേശു കർത്താവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയാണ്. എന്താ പേടി? യേശു കർത്താവിനെ യഹൂദന്മാർ പിടിച്ചു കൊന്നു അല്ലെ? ഇനി അടുത്ത ആരായിരിക്കും ടാർഗറ്റ്? അവന്റെ കൂടെയുള്ള ശിഷ്യന്മാർ, ബാക്കി 12 പേരോ 11 പേരോ അവരുടെ ടാർഗറ്റാണ്. അവരിനെ എന്ത് സംഭവിക്കാം, അവർക്ക് എന്ത് സംഭവിക്കാം? അത്തരത്തിൽ യഹൂദന്മാരെ പേടിച്ചിരിക്കുന്ന സമയത്ത് യേശു കർത്താവ് വാതിലടച്ചിരിക്കെ അകത്ത് വന്ന് നടുവിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. പ്രിയമുള്ളവരെ, ഇടേന്റെ ശബ്ദം സാന്ത്വനം നൽകുന്ന ശബ്ദമാണ്, അത് സമാധാനം നൽകുന്നതാണ്. ഇറ്റ്സ് ജെന്റിൽ വോയിസ്, വളരെ ആർദ്രതയുള്ള ശബ്ദത്തിന്റെ ഉടമയാണ്. ഇടേന്റെ ശബ്ദം തിരിച്ചറിയുവാൻ നമുക്കാവുന്നുണ്ടോ? 4-മതായിട്ട്, ദി വോയിസ് ഓഫ് ദ ഷെപ്പേർഡ് റിവീൽസ് ഹിസ് വിൽ. യേശു കർത്താവിന്റെ ഇടേന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നതാണ് അവന്റെ ശബ്ദം. യേശു കർത്താവിന്റെ വാക്കുകളിലൂടെ, അവന്റെ ശബ്ദത്തിലൂടെ ഇടയന്റെ ആഗ്രഹം എന്താണ്, ഇഷ്ടം എന്താണ്, എന്താണ് ഇടയൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആടുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ എഫേസ്യ ലേഖനം 5-ാം-17, എഫേഷ്യൻസ് ചാപ്റ്റർ 5:17, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. എങ്ങനെ അറിയാം കർത്താവിന്റെ ഇഷ്ടം ഇന്നതാണ് എന്ന്? കർത്താവിന്റെ ശബ്ദത്തിലൂടെ മാത്രമേ, ശബ്ദം തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ ഇടയന്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇടയന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടായിരിക്കാം, വിപരീതമായിരിക്കാം. ഒരുപക്ഷെ കോമൺ ലോജിക്കിന് നിരക്കുന്നതായിരിക്കില്ല ഇടയന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു പോപ്പുലർ ഒപ്പീനിയന് അനുഗുണമായിട്ടായിരിക്കില്ല ഇടയന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. എന്നാൽ ആടിനെ സംബന്ധിച്ച് ഇടയന്റെ ഇഷ്ടം തിരിച്ചറിയുക, ഇവളൊരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇടയന്റെ ഇഷ്ടം അറിയുക, ഇഷ്ടം ചെയ്യുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ഇടയന്റെ ശബ്ദത്തിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏലിയാവിന്റെ ഉദാഹരണം നാം ശ്രദ്ധിച്ചാൽ, ഈസബേലിന്റെ വാക്കിന്റെ മുമ്പാകെ ഭയന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് അവൻ മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയിലേക്ക് അവൻ പോവുകയാണ്, ഏറ്റവും വലിയ ട്രോമയിലേക്ക് അവൻ പോവുകയാണ്, ഭയത്തിലേക്ക് പോവുകയാണ്. ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കുവാൻ അവനാകുന്നില്ല. ഇതുവരെ ചെയ്ത ശുശ്രൂഷകളോ ഇതുവരെയുള്ള തന്റെ വിജയങ്ങളോ ഒന്നും തനിക്ക് കാണുവാനാകുന്നില്ല. മുന്നിൽ മരണമാണ് താൻ കാണുന്നത്. ഈസബേലിന്റെ വാക്കാണ് അവനെ അതിലേക്ക് നയിച്ചു വിട്ടു. ഈസബേലിന്റെ വാക്ക് അവനെ മരിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചുവെങ്കിൽ, നിരാശയിലേക്ക് അവനെ നയിച്ചുവെങ്കിൽ, ഇനി മരിച്ചാൽ മതി, എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ അവൻ കിടക്കുകയാണെങ്കിൽ, ഇതാ അവന്റെ മാറെടുത്ത് തട്ടി അവനെ ഉണർത്തി, അവന് അപ്പവും വെള്ളവും കൊടുത്ത് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിപ്പിച്ച് ആ ഊർജത്തോടുകൂടെ അവൻ ഹോരേബോളം, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ഓടുകയാണ്. അവിടെ ഒരു പാറയുടെ മറവിൽ അവൻ ആയിരിക്കുകയാണ്. എന്നാൽ അവിടെ അവന്റെ നിരാശയെ മാറ്റുവാൻ, അവന്റെ സംശയത്തെ മാറ്റുവാൻ, അവന്റെ എല്ലാ ആങ്സൈറ്റിയും മാറ്റുവാൻ അവിടെ ദൈവം അവന് പ്രത്യക്ഷനാകുകയാണ്. അവിടെ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നുണ്ട്, അതിന്റെ മധ്യത്തിൽ ദൈവത്തെ കാണുന്നില്ല. വലിയ തീയുണ്ടാകുന്നുണ്ട്, അതിന്റെ മധ്യത്തിലും ദൈവത്തെ കാണുന്നില്ല. ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്, അതിനകത്തും ദൈവത്തെ കാണുന്നില്ല. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു മൃദുസ്വരം, 1 Kings chapter 19:11-13 അവിടെ നമ്മൾ വായിക്കുന്നത്, and after the fire a still small voice, a still small voice. ഈ മൃദുസ്വരം ഉണ്ടല്ലോ, ഈ മൃദുസ്വരം അവന്റെ എല്ലാ നിരാശകളെയും മാറ്റിക്കളയാണ്. ഈസബേലിന്റെ ഭീഷണികളെ
ചെറുത്തു തോൽപ്പിക്കുവാൻ പാകത്തിന് അതിന് മറുപടിയായിട്ട് ഈ മൃദുസ്വരം മതിയാകുന്നതാണ്. നിങ്ങളൊരു നമ്മുടെ ദൈവം തൻ്റെ സ്വരം നമ്മെ കേൾപ്പിക്കുന്നവനാണ്. ഈ മൃദുസ്വരം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മെഗാഫോൺ വെച്ച് ദൈവം നമ്മോട് സംസാരിക്കണമെന്നാണ്. ഇല്ല, പലപ്പോഴും അങ്ങനെ ദൈവം ഇടപെട്ടു എന്ന് വരികയില്ല. ദൈവത്തിന്റെ ശബ്ദം മെഗാഫോണിലൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് വരികയില്ല. ദൈവം പലപ്പോഴും മന്ദസ്വരം നമ്മെ കേൾപ്പിക്കുന്നതിന്റെ കാരണം നാം അവന്റെ അടുക്കലോളം ചെല്ലണം എന്ന് അവൻ ആഗ്രഹമുണ്ട്. അവൻ നമ്മുടെ ചെവിയോട് അടുത്ത് നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ ദൈവം തന്റെ ഇഷ്ടം നമ്മെ അറിയിക്കുന്നത് നമ്മെ അവന്റെ അടുക്കലോളം കൂട്ടിക്കൊണ്ടു പോയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അവൻ മൃദുസ്വരം നമ്മെ കേൾപ്പിക്കുന്നത്. മാത്രമല്ല, അവിടെ ദൈവത്തിന്റെ ഹിതം ഏലിയാവിന് വെളിപ്പെടുകയാണ്. ഏലിയാവെ, നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, നീ ഇവിടെ അവസാനിക്കേണ്ടവനല്ല, ഇനിയും നിനക്ക് ശുശ്രൂഷ ബാക്കിയുണ്ട്, നിനക്ക് ചെയ്യുവാനായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അനേക ദൗത്യങ്ങൾ അവന്റെ മുമ്പാകെ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം ദൈവത്തിന്റെ മൃദുസ്വരം നാം കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം ഒരുപക്ഷെ നിരാശരായിട്ട് പോയി എന്ന് വന്നേക്കാം. എന്നാൽ അവിടെ നമ്മെ ചൂരച്ചിലിട്ട് തണലിൽ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. പിന്നെയോ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ശുശ്രൂഷകൾ തുടരുവാനായിട്ട് അവൻ നമ്മോട് സംസാരിക്കുന്നവനാണ്. അവൻ തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ്. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഇവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ആവശ്യമുണ്ട്, ഇനിയും പോകുവാൻ ആവശ്യമുണ്ട്. നിനക്ക് ഹസായേലിനെ അനോയിന്റ് ചെയ്യുവാൻ, അഭിഷേകം ചെയ്യുവാൻ, യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ, എലീശയെ പ്രവാചക ദൗത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നിനക്കാണ് നിയോഗം ലഭിച്ചിരിക്കുന്നത്. ശുശ്രൂഷ തുടരുക എന്ന് പറഞ്ഞിട്ട് അവനെ മുന്നോട്ട് വിടുകയാണ്. പ്രിയമുള്ളവരെ, യജമാനന്റെ ഇഷ്ടം അറിയേണ്ടത് ആവശ്യമാണ്. എന്നാൽ യജമാനന്റെ ഇഷ്ടം അറിയാമെങ്കിൽ അതിനനുസരിച്ച് അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമുക്കറിയാം, താലന്തുകളുടെ ഉപമ പറയുന്ന വേളയില് ഒരു താലന്ത് നേടിയവൻ അവൻ തന്റെ താലന്ത് എന്ത് ചെയ്തു? കുഴിച്ചിട്ടല്ലേ. എന്നിട്ട് അതിന്റെ റീസൺ അവൻ പറയുന്നുണ്ട്. എന്താ? യജമാനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പൊ യജമാനെ കുറിച്ചുള്ള അറിവ് ആർക്കുണ്ടായിരുന്നു? ഒരു താലന്ത് കിട്ടിയവനുണ്ടായിരുന്നു. എന്നാൽ യജമാനെ കുറിച്ച് അറിവുണ്ടായിരുന്നുവെങ്കിൽ ആ അറിവിന് അനുഗുണമായിട്ട് യജമാന്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് അവൻ ചെയ്യേണ്ടിയിരുന്നു. അവൻ വ്യാപാരം ചെയ്യേണ്ടിയിരുന്നു. അവൻ അത് ചെയ്യാതെ അത് കുഴിച്ചിട്ടു. യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നാൽ അവർക്ക് വളരെ അടി കിട്ടുമെന്നാണ് വചനം പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12:47 വാക്യം. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ചെയ്യാത്ത ദാസൻ വളരെ അടികൊള്ളുമെന്നാണ്. പ്രിയമുള്ളവരെ, ദൈവം തന്റെ ഹിതം നമ്മോട് വെളിപ്പെടുത്തുന്നവനാണോ? അത് പല മാധ്യമങ്ങളിലൂടെ, ഒരുപക്ഷെ ദൈവത്തിന്റെ വചനത്തിലൂടെയോ ദൈവത്തിന്റെ ആത്മാവിനാലോ ഒക്കെ അത് നമ്മോട് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നാം അത് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് നിരുത്തരവാദപരമാണ്. അത് യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അതിനോട് പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. ദ വോയിസ് ഓഫ് ദി ഷെപ്പേർഡ് റിവീൽസ് ഹിസ് വിൽ. ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്ന് യഹോവയുടെ അല്ലെങ്കിൽ ഇടയന്റെ ശബ്ദം നമുക്ക് വെളിപ്പെടുത്തുന്നു. അഞ്ചാമതായിട്ട്, ദി വോയിസ് ഓഫ് ദ ഷെപ്പേർഡ് ഡിമാൻഡ്സ് ഒബീഡിയൻസ്. യജമാനന്റെ ശബ്ദം വെറും വാക്കല്ല, വെറും ശബ്ദമല്ല. ആ ശബ്ദത്തിന് പിന്നിൽ ഇറ്റ് ഡിമാൻഡ്സ് ഒബീഡിയൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. 100 ആടുകളുണ്ട് എന്നിരിക്കട്ടെ. ഇടയൻ ഒരു ശബ്ദം, ഇടയൻ ഒരു കമാൻഡ് കൊടുക്കുന്നു, ഇടയൻ ഒരു വാക്ക് പറയുന്നു, ഒരു കമാൻഡ് കൊടുക്കുന്നു. എന്താ ഇടയൻ പ്രതീക്ഷിക്കുന്നത്? അതിനനുസരണമാണ്, അതിനോട് ഒബീഡിയൻസ് ആണ് ഇടയൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇടയന്റെ ശബ്ദം വെറുതെ അന്തരീക്ഷത്തിൽ ലയിക്കുന്ന ശബ്ദമല്ല. ഇറ്റ് ഈസ് മീനിങ് ഫുൾ. അത്രയ്ക്കും ഹെവി ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. ഇറ്റ് ഈസ് ഹെവിലി ലോഡഡ്. അതിന്റെ പിന്നിൽ ഒരു അനുസരണം ഡിമാൻഡ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശബ്ദവും കൽപ്പനകളും ഒന്നും വെറും വാക്കല്ല. അത് അങ്ങനെ തന്നെ മീൻ ചെയ്യുന്നതാണ്. അത് പ്രവർത്തിക്കുവാൻ, അനുസരിക്കുവാനുള്ളതാണ്. പലപ്പോഴും കൽപ്പനകളെ ഓപ്ഷണലായിട്ട് നാം എടുക്കാറുണ്ട്. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അങ്ങനെ ഒരു കൽപ്പന ഉണ്ടോ? വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാം? ഒരിക്കലും ഇല്ല.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ട് അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നത്രേ. അല്ലെ, ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല എന്നുള്ള വായനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം തന്നിട്ടുള്ള കൽപ്പനകൾ അത് മീൻ ചെയ്തുകൊണ്ട് തന്നെയാണ്, നമ്മുടെ സൗകര്യം അനുസരിച്ച് മാറ്റാനുള്ളതല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഇടയന്റെ ശബ്ദം കേട്ടിട്ട് അതിന് ഞാൻ എന്റെ വ്യാഖ്യാനം കൊടുത്തുകൊണ്ടിരുന്നാൽ കാര്യമുണ്ടോ? ഇല്ല. ദാറ്റ് ഡിമാൻഡ്സ് ഒബീഡിയൻസ്. ഇടയന്റെ ശബ്ദം എപ്പോഴും ഒബീഡിയൻസ്, അതിന് എഗൻസ്റ്റ് ആയിട്ടൊരു ഒബീഡിയൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെ, മറുരൂപമലയില് ശിഷ്യന്മാർ 3 പേര് നിൽപ്പുണ്ട്, യേശു കർത്താവും ഉണ്ട്, യാക്കോബ്, യോഹന്നാൻ, പിന്നെ പത്രോസ്, 3 പേരും മറുരൂപമലയിൽ നിൽക്കുന്നുണ്ട്. അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷനാകുന്നുണ്ട്. യേശു കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ വിളങ്ങുകയാണ്. അവന്റെ വസ്ത്രം ഒരലക്കുകാരന് വെളുപ്പിക്കാനാകാത്തതുപോലെ അത്രയ്ക്ക് വെണ്മയായിട്ട് തീരുകയാണ്. അവൻ വളരെ മഹത്വമുള്ളവനായിട്ട് അവന്റെ ഗ്ലോറിയിൽ അവിടെ പ്രത്യക്ഷനാകുകയാണ്. ശിഷ്യന്മാർ ഇത് കാണുകയാണ്. കർത്താവും മോശയും ഏലിയാവും. പത്രോസ് പറയുന്നുണ്ട്, ഭാവേ ഞങ്ങള് 3 കുടിൽ ഉണ്ടാക്കട്ടെ. പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്, 3 കുടിൽ ഉണ്ടാക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നാൽ അങ്ങനെ കുടിലുണ്ടാക്കട്ടെ എന്ന് പറയുന്ന വേളയിലാണ് ഒരു മേഘം വന്നിട്ട് അവരെ മറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആരെ മാത്രമേ കാണുന്നുള്ളൂ? യേശു കർത്താവിനെ മാത്രമേ കാണുന്നുള്ളൂ. വേറെ ആരെ അവിടെ കാണുന്നില്ല. ഉടൻ ആകാശത്തു നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാകുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുക. ലിസൺ ടു ഹിം, ലിസൺ ടു ഹിം. പലപ്പോഴും നമ്മൾ പല ശബ്ദങ്ങൾ ശ്രവിക്കുന്നവരാണ്. ബട്ട് വി ഫെയിൽ ടു ലിസൺ ടു ജീസസ്. യേശു കർത്താവിനെ ലിസൺ ചെയ്യാൻ, ചെവി കൊടുക്കുവാൻ. ചെവി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ചെവി കൊടുപ്പിൻ, കർത്താവിനെ അനുസരിപ്പിൻ, അവനും പറയുന്നത് ചെയ്യുവിൻ. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് കാനായിലെ കല്യാണത്തിന് യേശു കർത്താവിന്റെ അമ്മ മറിയ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദാസന്മാരോട് പറയുകയാണ്, ഇവന് എന്തെങ്കിലും കൽപ്പിച്ചാൽ, അല്ലെ, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, ജോൺ ചാപ്റ്റർ 2:5, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുക. അതൊരു പക്ഷേ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കാം, ഗൗരവകരമായിട്ടുള്ള കാര്യമായിരിക്കാം, അത് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഘനതരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്, അല്ലെ, എന്നാൽ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ സാരമില്ല എന്ന് നമ്മൾ വെക്കാറുണ്ട്. എന്തെങ്കിലും കൽപ്പിച്ചാൽ, എന്ത് കൽപ്പിച്ചാലും, അത് നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഗൗരവമായിട്ടുള്ള കാര്യമാണെങ്കിലും രണ്ടിനും ഒരേ വെയിറ്റ് ആണ് അവിടെ ഉള്ളത്, ഒരേ പ്രാധാന്യമാണ് അവിടെ ഉള്ളത്. നിങ്ങളെ എന്ത് കൽപ്പിച്ചാലും ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. ലിസൺ ടു ഹിം. ഇടയന്റെ ശബ്ദം, ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് ഉണ്ടായേ മതിയാവും, അതിന് അനുസരണം ഉണ്ടായേ മതിയാവും. അനുസരണം ഉണ്ടായില്ലെങ്കിലോ ഇത് ഡേഞ്ചറസ് ആണ്, ഇത് അപകടം പിടിച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ശത്രുവിന്റെ സാന്നിധ്യമായിരിക്കാം ഒരു ഇടയൻ ശബ്ദം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മാറി വരിക, എന്റെ അടുക്കിലേക്ക് വരിക എന്ന് പറയുമ്പോൾ, എനിക്കിപ്പോ സൗകര്യമല്ല, എനിക്ക് കുറച്ചുകൂടെ ആസ്വദിക്കുവാനുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞാൽ ആ ആടിന്റെ ജീവൻ അപകടത്തിലാണ്. ഇടയന്റെ ശബ്ദം, that demands, the voice of the shepherd demands obedience. നമുക്കറിയാം, ശൗലിന്റെ ചരിത്രം നമുക്കറിയാം. അവൻ തോൾ മുതൽ പൊക്കമുള്ള, എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ളവരാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു. അവന്റെ കുലവും മറ്റുമൊന്നും നോക്കിയിട്ടല്ല അവനെ തിരഞ്ഞെടുത്തത്. ദൈവം കൃപയാൽ തന്റെ കരുണാധിക്യ പ്രകാരം അവനെ ആ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവൻ തന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വച്ചു പുലർത്തുവാനോ അതിനോട് അനുഗുണമായിട്ട് പ്രതികരിക്കുവാനോ അവന് സാധിക്കില്ല. അമലേക്കുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, ശൗലിനോട് പറയുന്നുണ്ട്, നിർമൂലമാക്കി കളയുക, ഒന്നും വച്ചേക്കരുത്, സകലതിനെയും കൊന്നു കളയുക. എന്നാൽ അവിടെ ശൗല് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ കൃത്യമായിട്ടുള്ള കൽപ്പന, വ്യക്തമായിട്ടുള്ള കൽപ്പന നേരിട്ട് ശൗലിന് ലഭിച്ചിട്ട് അത് സാരമില്ല എന്ന് കരുതി അത് അവഗണിച്ചുകൊണ്ട് മെച്ചമായുള്ളതിനെ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് അവിടെയുള്ള അമാലേക്കിന്റെ രാജാവിനെ അവർ ജീവനോടെ പിടിച്ചും കൊണ്ട് വരികയാണ്. കൊന്നുകളയേണ്ടതിന് പകരം ജീവനോടെ പിടിച്ചുകൊണ്ട് വരികയാണ്.
അവിടെ ശമൂവേൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ളതാണ്. ഓക്കെ. മാത്രമല്ല, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള ദൂത് നമ്മൾ വായിക്കുന്നു. ഈ 7 സഭകൾക്കുള്ള ദൂത് എഴുതുമ്പോൾ എല്ലാ ദൂതിലും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയാം? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദോസ് ഹു ഹാവ് ഇയേഴ്സ് ലെറ്റ് ദം ഹിയർ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് മറ്റ് പല സ്ഥലങ്ങളിലും സുവിശേഷങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്, പല ഉപമകളോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, അനേക പ്രാവശ്യം ആവർത്തിച്ചുള്ള ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ചെവിയുണ്ടല്ലേ, എന്നാൽ എല്ലാവരും കേൾക്കണമെന്നില്ല. ഫിസിക്കലായിട്ട് ചെവി ഉണ്ട് എന്നുള്ളത് കൊണ്ട് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ഹിയർ, ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു ഒബേ. കേൾക്കുവാൻ മാത്രമല്ല, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അത് കേട്ട് അത് മനസ്സിലാക്കി അത് അനുസരിക്കുവാനായിട്ടുള്ള ഒരു ബാധ്യസ്ഥത, അതൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇടയന്റെ ശബ്ദം ദാറ്റ് ഡിമാൻഡ്സ് ഒബീഡിയൻസ്. എന്റെ സമയം മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പൊ ഇടയന്റെ ശബ്ദത്തിന്റെ ശ്രേഷ്ഠതകൾ നാം ഇവിടെ കണ്ടു കഴിഞ്ഞു. ഒന്നാമതായിട്ട്, ദി വോയിസ് ഓഫ് ദി ഷെപ്പേർഡ് ഈസ് പേഴ്സണൽ. രണ്ടാമതായിട്ട്, ദി വോയിസ് ഓഫ് ദി ഷെപ്പേർഡ് ഈസ് ഫെമിലിയർ ആൻഡ് റെക്കഗ്നൈസബിൾ. The voice of the shepherd is peaceful and gentle. The voice of the shepherd reveals his will. The voice of the shepherd demands obedience. Okay? ഇതാണ് ഇടയന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത. നാം ഈ നിലയിൽ ഇടയന്റെ ശബ്ദത്തെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ? ഈ ഇടയന്റെ ശബ്ദത്തോടുള്ള 2 വിധത്തിലുള്ള പ്രതികരണങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, പോസിറ്റീവായിട്ട് അതിനോട് അനുഗുണമായിട്ട് പ്രതികരിച്ച അനേക ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. പൗലോസ് അപ്പോസ്തലൻ. നമുക്കറിയാം, അവൻ മുമ്പ് ശൗലായിരുന്നു. അവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവനായിരുന്നു. അവൻ യഹൂദ മാർഗത്തിൽ അവൻ വളരെ തീഷ്ണതയോടുകൂടെ എരിവോടുകൂടെ പ്രവർത്തിച്ചവനായിരുന്നു. ആ മാർഗപ്രകാരം ക്രിസ്ത്യാനികളെ വകവരുത്തുവാനായിട്ട് അവന് മതപുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രവും അവനുണ്ട്. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചിട്ട് സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം അവന്റെ മേൽ മിന്നുകയാണ്. അവനൊരു ശബ്ദം കേൾക്കുകയാണ്. അവനവിടെ നിലത്ത് വീഴുകയാണ്. വാഹനമൃഗത്തിൽ നിന്ന് നിലത്ത് വീഴുകയാണ്. അവിടെ അവൻ കേട്ട ശബ്ദം നമുക്കറിയാം. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അവനൊരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഈ ശബ്ദത്തിന്റെ മുമ്പാകെ, ഈ അനുഭവത്തിന്റെ മുമ്പാകെ പൗലോസ് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ അത് ഇന്നും വളരെ പ്രസക്തമാണ്. ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും ചോദിക്കേണ്ട 2 ചോദ്യങ്ങൾ. ആ ചോദ്യം നമുക്ക് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 3-6 അവിടെ കാണാൻ സാധിക്കും. ഈ 2 ചോദ്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ആക്ട്സ് ചാപ്റ്റർ 22 അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ അനുഭവത്തെ താൻ സാക്ഷീകരിക്കുന്ന വേളയിൽ പറയുന്നുണ്ട്. ആ 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നീ ആരാകുന്നു കർത്താവേ? ഹു ആർ യു ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? മറുപടി എന്താ? നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു. നീ ആരാകുന്നു കർത്താവേ? കർത്താവേ, നീ ആരാകുന്നു? ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ, നാം കേൾക്കുന്ന ഇടയന്റെ ശബ്ദത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ആരാകുന്നു കർത്താവേ? നീ ആരാകുന്നു? നിന്റെ മഹത്വം ഞാനൊന്ന് ദർശിക്കട്ടെ, നിന്റെ മഹത്വം ഞാനൊന്ന് കാണട്ടെ, നിന്റെ വലിപ്പം ഞാനൊന്ന് കാണട്ടെ, നീ ആരാണ് എന്നുള്ളത് ഞാനൊന്ന് അനുഭവിച്ചറിയട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇടയൻ ആരാണ് എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. രണ്ടാമത്തെ ചോദ്യം അതിനോട് ചേർന്നുള്ളതാണ്, അതിനോട് ബന്ധപ്പെട്ടതാണ്. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു ലോർഡ്? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവ് മഹത്വവാനാണെങ്കിൽ, അവൻ ഇടയനാണെങ്കിൽ, അവൻ നമ്മോട് സംസാരിക്കുന്നവനാണെങ്കിൽ, അവന്റെ ശബ്ദം നാം തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ഞാൻ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഇടയന്റെ ശബ്ദത്തോട്, കർത്താവിന്റെ ശബ്ദത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ച ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രതികരണം കേവലം നൈമിഷികമായിരുന്നില്ല. പിന്നീട് തന്റെ ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളും ചിട്ടപ്പെടുത്തിയത്, അതിനെ ഫ്രെയിം ചെയ്തത് ഈ ദർശനവും
ഈ തിരിച്ചറിവിന്റെയും അടിസ്ഥാനത്തിലാണ്. തന്റെ സുവിശേഷ യാത്രകളാകട്ടെ, തന്റെ ലേഖനങ്ങളാകട്ടെ, തന്റെ ജീവിതത്തിലെ പീഡ സഹന അനുഭവങ്ങളാകട്ടെ, ഇതെല്ലാം ഈ ദർശനത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നതാണ്. കർത്താവ് വിശ്വസ്തനെന്നെ ശുശ്രൂഷയ്ക്ക് എന്നെ ആക്കിയത് കൊണ്ട് അത് പൂർത്തിയാക്കുവാൻ വേണ്ടി, അത് തികയ്ക്കുവാൻ വേണ്ടി ആവോളം പ്രയത്നിക്കുന്നവൻ, തന്റെ ജീവനെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണാതെ അതിനുവേണ്ടി മുന്നോട്ട് ആയുന്നവൻ, തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ചവറ് എന്നെണ്ണിക്കൊണ്ട് കർത്താവിനെ അറിയുവാൻ വേണ്ടി, അനുഭവിച്ചറിയുവാൻ വേണ്ടി അവൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ട് പോവുകയാണ്. തനിക്ക് നേരിടുന്ന വൈതരണികളോ പ്രതിബന്ധങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും തന്നെ പിന്നോട്ട് വലിക്കുന്നില്ല. താൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്ന് പറഞ്ഞ് അവിടെ തന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ പാകത്തിന് തന്നെ സജ്ജമാക്കിയത് ഈ ദർശനവും ഈ കേൾവിയുമാണ്. കർത്താവിന്റെ ശബ്ദം, നിങ്ങളൊരു ഇടയന്റെ ശബ്ദം നാം തിരിച്ചറിയുന്നുണ്ടോ? അതിന് പോസിറ്റീവായിട്ട് പ്രതികരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമാകും. നമ്മുടെ ജീവിതത്തിന്റെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. എന്നാൽ ഈ ഇടയന്റെ ശബ്ദത്തെ നിരാകരിച്ച ഒരാളിന്റെ ഉദാഹരണം കൂടെ, നെഗറ്റീവ് റെസ്പോൺസ്, റിജക്റ്റിംഗ് ദി വോയിസ് ഓഫ് ദി ഷെപ്പ്. ഒരു ഉദാഹരണം, അനേക ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ആ ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ആരാ അത്? കയീനാണ്. ഈ കയീൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടതാണ്. ഒരുപക്ഷെ ഹാബേൽ കേട്ടതിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടവനാണ് ആര്? കയീൻ. അനേക വാക്യങ്ങൾ കയീനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. മറ്റനേക കഥാപാത്രങ്ങളോടൊന്നും അത്രയും സംസാരിച്ചിട്ടില്ല. ആ 4-ാം അധ്യായത്തിൽ ഏകദേശം 8-10 വാക്യങ്ങൾ കയീനോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ഹിതം എന്തെന്നും അവൻ ചെയ്യേണ്ടത് എന്തെന്നും വ്യക്തമായിട്ട് മാർഗനിർദ്ദേശം ലഭിച്ച വ്യക്തിയാണ് കയീൻ, അല്ലെ? അതിന്റെ ജെനസിസ് ചാപ്റ്റർ 4:6-7 ആ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് സംസാരിക്കുന്നത് പോലെ അടുത്തിരുന്ന് കയീനോട് കൃത്യമായിട്ട് ദൈവം സംസാരിക്കുക. സംഭവമൊക്കെ നടന്നു കഴിഞ്ഞു. എന്താ? രണ്ടുപേരും ദൈവത്തിന് ഹോമയാഗം കഴിച്ചു. അതില് ഹാബേലിലും ഹാബേലിന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. അതുമുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ മനസ്സിൽ രൂപപ്പെട്ട കോപവും അസൂയയും അതുപോലെ അവനെ കൊല്ലുവാനായിട്ടുള്ള തീരുമാനങ്ങളുമൊക്കെ അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഹൃദ്യമായിട്ട് ചെന്ന് അവനോട് വ്യക്തിപരമായിട്ട് ദൈവം സംസാരിക്കാം. എന്താ സംസാരിക്കുന്നത്? നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാവം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. വൈ ആർ യു ആംഗ്രി? വൈ ഈസ് യുവർ ഫേസ് ഡൗൺകാസ്റ്റ്? ഇഫ് യു ഡു നോട്ട് ഡു വെൽ, sin lies at the door. Its desire is for you. You should rule over it. നോക്കണേ, ഒരു കൗൺസിലിംഗ് ലഭിക്കുന്നത് പോലെ ഈ കോപിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആലോചന കൃത്യമായിട്ട് തനിക്ക് ലഭിക്കും. ഒരു പക്ഷെങ്കിലും ഒരു മന്ദസ്വരം, വേറെ ആരും കേട്ടില്ല, ദേഷ്യപ്പെടുന്നില്ല, വളരെ ഹൃദ്യമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭാഷണവും ഈ ആലോചനയും ദൈവത്തിന്റെ കൗൺസിൽ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഭയനിർദ്ദേശം, ഇത് കയ്യിൽ ലഭിച്ചിട്ട് അവൻ ഇതിന്റെ മുമ്പാകെ എടുക്കുന്ന തീരുമാനം, ഇല്ല, ഞാനിത് സ്വീകരിക്കുന്നില്ല. അവൻ തന്റെ പ്രവൃത്തിയിൽ മുന്നോട്ട് പോവുകയാണ്. അനുജനായ ഹാബേലിനെ അവൻ കൊന്നുകളഞ്ഞു. മാത്രമല്ല, കൊന്നുകളഞ്ഞിട്ടും അവൻ റിപ്പന്റൻസിലേക്ക് പോകാതെ, അവൻ ഈ ദൈവത്തോട് അടുത്തു ചെന്ന് മാപ്പിരക്കാതെ, ദൈവത്തോട് സമീപത്ത് വന്നിട്ട് അയ്യോ കർത്താവെ പറ്റിപ്പോയി, എന്റെ കോപം കൊണ്ട് സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കൽ അഭയം വീഴാതെ അതിനൊരു ഒരു പാർഡൺ ലഭിക്കാതെ അവൻ എടുത്ത ഒരു തീരുമാനം, അവൻ ദൈവത്തിന്റെ സന്നിധി വിട്ട് പോകുവാനായിട്ട് തീരുമാനം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശബ്ദം ഇത്ര ഹൃദ്യമായിട്ട് അവൻ കേട്ടിട്ടുണ്ട്. അതനുസരിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദൈവം അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല.
ഇല്ല, അങ്ങനെയല്ല. ദൈവം സംസാരിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഗോഡ് ഇസ് നോട്ട് സൈലന്റ്. ദി പ്രോബ്ലം ഈസ് വി ഫെയിൽ ടു ലിസൺ ഓർ ഡിസേൺ ഹിസ് വോയിസ്. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നതിലോ അല്ലെങ്കിൽ അതിന് ലിസൺ ചെയ്യുന്നതിനോ നമുക്ക് സാധിക്കുന്നില്ല. ദൈവം സംസാരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും നമ്മുടെ എന്തുവാ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കോപത്തിന്റെ മധ്യത്തിലുമൊക്കെ ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് ലിസൺ ചെയ്യുവാൻ പലപ്പോഴും നാം മെനക്കെടാറില്ല. അതിന് അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും തടസ്സങ്ങൾ പലതുണ്ട്. നമ്മൾ എബ്രായ ലേഖനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം, ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 12-15, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ശബ്ദം കേൾക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം, അത് റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. അത് ഹൃദയം കാഠിന്യത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല. ദൈവം സദാകാലം വാദിച്ചുകൊണ്ടിരിക്കല്ലോ. നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, അല്ലെ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് യഹോവയുടെ ആത്മാവ് സദാകാലത്തും മനുഷ്യരോട് വാദിച്ചുകൊണ്ടിരിക്കുമോ? എന്നും ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ദൈവത്തിന്റെ സംഭാഷണത്തിനും ശബ്ദത്തിനുമൊക്കെ ഒരതിരുണ്ട്. ദൈവത്തിന്റെ പേഷ്യൻസിന് ഒരതിരുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ശബ്ദം നാം കേൾക്കുവാൻ ആഗ്രഹിച്ചാലും കേട്ടു എന്ന് വരികയില്ല. അതുകൊണ്ട് തടസ്സങ്ങളെ മാറ്റേണ്ടത് ആവശ്യമാണ്. അല്ലേ? പലപ്പോഴും ശബ്ദം കേൾക്കുവാനായിട്ട് തടസ്സം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ബിസിയാണ്. ദൈവം വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര ബിസിയാണ്. നമുക്ക് അറിയാം, മാർത്തയുടെയും മറിയയുടെയും ചരിത്രം നമുക്കറിയാം, അല്ലെ? മാർത്ത ഭയങ്കര ബിസിയാണ്. എന്നാൽ മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരിപ്പുണ്ട്. എന്നാൽ മാർത്തയെ സംബന്ധിച്ച് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. തന്റെ വീട്ടിൽ യേശു കർത്താവ് വന്ന് സംസാരിക്കുന്ന വചനങ്ങളുടെ മുമ്പാകെ അത് കേൾക്കാൻ പോലും മെനക്കെടാതെ താൻ ശുശ്രൂഷയിൽ അങ്ങ് വ്യാപൃതരായിരിക്കും. മിനിസ്ട്രിയിൽ വ്യാപൃതരാണ്, അല്ലേ? എന്താ മിനിസ്ട്രി? ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്, അതല്ലേ മിനിസ്ട്രി? ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ശുശ്രൂഷയാൽ കുഴങ്ങിയവരായിട്ടുണ്ടോ? മിനിസ്ട്രിയുടെ ആധിക്യം, കർത്താവിനോടുള്ള കൂട്ടായ്മ നമ്മളെ ഇല്ലാതെ വണ്ണം നമ്മളെ മാറ്റുന്നുണ്ടോ? അങ്ങനെ മിനിസ്ട്രിയിൽ ബിസി ആകാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശിഷ്യന്മാര് വലിയ ബിസിയൊക്കെ ആയി പോയപ്പോഴത്തേക്കും കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ച് കൊള്ളു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കാൻ സമയമില്ലാത്ത വിധം നമ്മൾ മിനിസ്ട്രിയിൽ ബിസിയാണെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക, ഈ ബിസി കർത്താവിന് ആവശ്യം ഇല്ല. മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിഷാദിച്ചിരിക്കുകയാണ്, കലങ്ങിയിരിക്കുകയാണ്. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം ആരും അവളോട് അപഹരിക്കുകയല്ല. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് ശുശ്രൂഷകളെക്കാൾ, പ്രസംഗങ്ങളെക്കാൾ, അതിന്റെ വേദികളെക്കാൾ ഉപരിയായിട്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് അവന്റെ ഭാഗവതത്തിലിരിക്കും. അവന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും, അവന്റെ ആലോചനകൾ കേട്ടുകൊണ്ടേയിരിക്കുക. അത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം മറ്റ് പല കാര്യങ്ങളിൽ വളരെ ബിസി ആയിട്ട്, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നാം നീങ്ങുന്നുണ്ട് എങ്കിൽ, പലതിനെ ചൊല്ലി കലങ്ങി നമ്മുടെ കർത്താവിനോടുള്ള സജീവമായിട്ടുള്ള ബന്ധം, ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല എങ്കിൽ, അതിനുള്ള സാവധാനത നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, നാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രയോറിറ്റീസ് എവിടെ ഇരിക്കുന്നു? കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. റോമാലേഖനം റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2 നമ്മൾ അറിയാം, അല്ലെ? ബി നോട്ട് കൺഫോം ടു ദ വേൾഡ്, ബി ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂയിങ് യുവർ മൈൻഡ്. നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകം നമ്മെ കൊണ്ടുപോകുന്നത് വളരെ ബിസിയിലേക്കാണ്. വളരെ ആകർഷണീയമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കാണ്. അത് നമ്മളെ വലിയ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നിങ്ങളൊരു ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ സംസാരിക്കുന്ന വചനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ എന്തുകൊണ്ട് സാധിക്കുന്നത്? പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്യു ചാപ്റ്റർ 13 നമുക്കറിയാം, വിതയ്ക്കുന്നവന്റെ ഉപമ. 4 തരത്തിലുള്ള നിലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ നിലം എന്ന് പറയുന്നത് അത് വഴിയരികിലാണ്.
രണ്ടാമത്തത് പാറസ്ഥലത്താണ്, മറ്റൊന്ന് മുള്ളിനിടയിലാണ്, നാലാമത്തത് നല്ല നിലത്ത് വിത്ത് വീഴുകയാണ്. എന്താ വഴിയരികെ വീണ വിത്തിന്റെ പ്രശ്നം? വചനം കേട്ടിട്ട് ഗ്രഹിക്കാതെ ദുഷ്ടൻ അത് എടുത്തുകളയും. കേൾക്കുന്നുണ്ട്, എന്നാൽ അത് എന്ത് ചെയ്യുന്നില്ല? ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, അത് ഇന്റേണലൈസ് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. ഇച്ചിരി കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? പിശാച്, ശത്രു അത് എടുത്തുകളയും. രണ്ടാമത്തത് പാറസ്ഥലത്ത് വീണ വിത്ത്. എന്താ അതിന്റെ പ്രോബ്ലം? വേരില്ലായകയാൽ ക്ഷണികനാണ്. വചനത്തിൽ വേരൂന്നിയിട്ടില്ല, അതിൽ റൂട്ടഡ് അല്ല. പിന്നെ അങ്ങനെ വചനം കേട്ട് പെട്ടെന്നൊക്കെ കിളിർത്ത് വരുന്നുണ്ട്, എന്നാൽ വെയില് വരുമ്പോൾ, ഉപദ്രവം നേരിടുമ്പോൾ എന്ത് ചെയ്യും? അത് 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 ഉണങ്ങിപ്പോകും, ഇടറിപ്പോകും. അപ്പൊ പാറസ്ഥലത്ത് വീണ വിത്തിനും ഇതാണ് ഗതി. മൂന്നാമത്തത് മുള്ളിനിടയിൽ വീണ വിത്ത. അത് വളർന്നു വരുന്നുണ്ട്, പക്ഷേ പ്രശ്നം എന്താ? മുള്ളുകൾ അതിനെ ഞെരുക്കി കളയുകയാണ്. ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന വചനത്തെ ഞെരുക്കി നിഷ്ഫലരായിട്ട് തീരുകയാണ്. ഈ മൂന്ന് സ്ഥലത്തും വിത്ത് വീഴുന്നുണ്ട്, അത് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്, അത് കിളിർക്കുന്നുണ്ട്, എന്നാൽ ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല. ഒന്നാമത്തത് കേൾക്കുന്നു, പക്ഷെ ഗ്രഹിക്കുന്നില്ല, ശത്രു എടുത്തു കളയുന്നു. രണ്ടാമത്തത് അത് കിളിർത്ത് വരുന്നുണ്ട്, പക്ഷെ വേരില്ല, വെയില് ഉറയ്ക്കുമ്പോൾ അത് നശിച്ചു പോവുകയാണ്, ഉപദ്രവം നേരിടുമ്പോൾ പിന്മാറിപ്പോവുകയാണ്. മുള്ളിനിടയിലുള്ളത് ലോകത്തിന്റെ മോഹങ്ങൾ ഞെക്കി അതിനെ തിക്കി ഞെരുക്കി ഫലശൂന്യമാക്കി തീർക്കുകയാണ്. എന്നാൽ ഒരുക്കപ്പെട്ട ഹൃദയത്തിന് വീഴുന്ന നല്ല നിലത്ത് വീഴുന്നത് കേട്ട് ഗ്രഹിച്ച് ഫലം നൽകുന്നതാണ്. ഇവളൊരു നമ്മുടെ ഹൃദയം ഏതവസ്ഥയിലിരിക്കുന്നു? ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അതിന് റിസപ്റ്റീവായിട്ട് അത് റിസീവ് ചെയ്യുവാൻ പാകത്തിന് ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ അത് ഫലം നൽകുന്ന നിലയിൽ അത് ആയിത്തീരുന്നുണ്ട്. എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് പരിചയമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണല്ലോ 103-ാം സങ്കീർത്തനം. അതിന്റെ 20-21 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. ദൂതന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കും അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ട് തീരാൻ സാധിക്കും. വീണ്ടും അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ള ഒരു യഹോവയെ വാഴ്ത്തുക. നമുക്ക് അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായിട്ട് തീരാം. അവന്റെ ശബ്ദം കേട്ടിട്ട് അവന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഫിലദൽഫിയ സഭയോട് ഒരു ദൂത് പറയുന്നുണ്ട്. ആ സഭയോട് പറയുന്നു, അതിനെക്കുറിച്ച് വേറെ കുറവുകളൊന്നും പറയുന്നില്ല. ഫിലദൽഫിയ സ്നേഹത്തിന്റെ സഭയാണ്, സഹോദര സ്നേഹത്തിന്റെ സഭയാണ്. അവിടെ പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിൽ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നീ നിഷേധിച്ചിട്ടില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എന്നാൽ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നീ നിഷേധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ ശബ്ദം, ഇടയന്റെ ശബ്ദം ഈ രാത്രികാലം നാം കേൾക്കുന്നുവെങ്കിൽ അത് കാക്കുവാനായിട്ട്, അത് അനുസരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനത്തെ സഭയിൽ ലവോദിക്ക സഭയോട് പറയുന്ന ഒരു കാര്യം ഇതാ: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മളൊരു കർത്താവിന്റെ ശബ്ദം നാം കേൾക്കുന്നുവെങ്കിൽ അത് ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ അനുഭവത്തിന്റെ, ഒരുമിച്ച് അത്താഴം കഴിക്കുന്നതിന്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഇടയന്റെ ശബ്ദം. 23-ാം സങ്കീർത്തനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ശത്രുക്കളുടെ മുമ്പാകെ അവൻ എനിക്ക് മേശ ഒരുക്കുന്നു. ഈ ഇടയന്റെ ശബ്ദം നമ്മെ മേശയിലേക്ക് കൊണ്ടുവരുന്നവനാണ്. അവൻ നമ്മെ പുഷ്ടിപ്പെടുത്തുന്നവനാണ്. നമ്മെ കൂട്ടായ്മയിലേക്കും സന്തോഷത്തിലേക്കും ധൈര്യത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നവനാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇടയനെ അറിയുക മാത്രമല്ല, ഇടയനുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരിക മാത്രമല്ല, അവന്റെ ശബ്ദം തിരിച്ചറിയുവാനും അതനുസരിക്കുവാനും ഇന്നത്തെ ചിന്തകൾ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുന്നതാണ്.